നീ ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാൾ നാളെ മുതൽ നമുക്ക് അന്യായമാണല്ലേ? അനുവിൻ്റെ കാര്യമാണോ? അവൾ ഈ കുടുംബത്തിന്ന് എന്നേ പുറത്തായതല്ലേ സത്യ? പക്ഷേ നേരിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നാളെ കോടതിയിൽ നിന്നും ഇറങ്ങുന്നതോടെ അതും തീരില്ല ഇന്ദ്രേട്ടാ. ഇന്ദ്രേട്ടനും ഏടത്തിക്കും എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അതിനുള്ള സമയം ഇനിയും ഉണ്ട്. നാളെ കോടതിയിൽ വെച്ച് അനുവിനെ കാണുമ്പോഴുള്ള സമയമല്ല സത്യ. ആ ചെറിയ സമയം കൊണ്ട് എന്തത്ഭുതം സംഭവിക്കാനാ? ഏട്ടൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ നാളെ അതിരാവിലെ പോയി ഏടത്തി കണ്ട് സംസാരിക്കാം. മാഷിനെയും കാണാം. തൽക്കാലം രണ്ടുപേർക്കും നാളെ കോടതിയിൽ ഹാജരാവാതിരിക്കുമെങ്കിലും ചെയ്തൂടെ? വേണ്ട സത്യ, അതൊന്നും വേണ്ട. നീ ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണ്ട. ഇതുവരെ സ്വന്തം കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാതിരുന്നത് എൻ്റെ പരാജയം. ഇനിയെങ്കിലും എൻ്റെ ജീവിതം നിർണ്ണയിക്കാൻ എനിക്ക് കഴിയണം. അതിനെനിക്കായില്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാ. നാളത്തെ ഒരു ദിവസം എനിക്ക് 2 തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഒന്ന്, അനുവായിട്ട് പിരിയുന്ന ഉത്തരവിൽ ഒപ്പുവെച്ച് അമ്മയുടെ മകനായിട്ട് ജീവിച്ച് മരിക്കുക. 2, അമ്മയ്ക്ക് വേണ്ടിയുള്ള ജീവിതം മതിയാക്കി ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുക. 2-ലൊരു തീരുമാനം നാളെ ഞാൻ എടുത്തിരിക്കും സത്യ.